ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 29. ഹോസ്പിറ്റലിലേക്ക് ഓടിക്കയറുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് ദേവിക്ക് മുന്നിലെ കാഴ്ചകൾ അവ്യക്തമായി. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് മുന്നോട്ടോടുന്നവന് ഒപ്പമെത്താൻ കിച്ചു കഷ്ടപ്പെട്ടു. ഐസിയുവിന് മുന്നിൽ എല്ലാം തകർന്നവനെ പോലെ ഇരിക്കുന്ന ജോണിനെ കണ്ടതും ദേവിയുടെ ചങ്കു പിടച്ചു. അരികിലായിരിക്കുന്ന കിരണിനെ കണ്ടതും ചെറിയൊരു ആശ്വാസം അവന് തോന്നി. അപ്പായി, ദേവി വിളിച്ചതും ജോൺ മുഖം ഉയർത്തി മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. അയാളുടെ കലങ്ങിയ കണ്ണുകൾ അവനിലും സങ്കടമുണ്ടാക്കി. ദേവിയെ കണ്ടതും ജോൺ എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിച്ചു. തന്റെ തോളിൽ അറിയുന്ന നനവിൽ നിന്നും ജോൺ കരയുകയാണെന്ന് അവന് മനസ്സിലായി. അവന്റെ ചങ്കു പിടച്ചു. മോനെ, ദാ എന്റെ മേരി പെണ്ണ്. മുഴുവനാക്കാൻ കഴിയാതെ ജോൺ പൊട്ടിക്കരഞ്ഞതും ദേവി അയാളെ ചേർത്ത് പിടിച്ചു. എന്താടാ ഉണ്ടായേ? കിരണിനടുത്ത് വന്ന് കിച്ചു ചോദിച്ചതും അവൻ പറഞ്ഞു തുടങ്ങി. ദേവിയുടെ തറവാട് വീടിനടുത്താണ് കിരണിന്റെ വീട്. രാത്രി പതിവില്ലാതെ ദേവിയുടെ കോൾ വന്നതും സംശയത്തോടെയാണ് എടുത്തത്. അച്ഛൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് അവിടുന്ന് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വേഗം വീട്ടിലേക്ക് ചെല്ലാൻ മാത്രം പറഞ്ഞ് ദേവി വെച്ചപ്പോൾ ആപത്ത് എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പായുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടത് ആംബുലൻസിലേക്ക് കയറ്റുന്ന അമ്മച്ചിയാണ്. അങ്കിളിനും ശരിക്കും എന്താ പറ്റിയെന്ന് അറിയുമായിരുന്നില്ല. അമ്മച്ചിയെ കാണാതെ ചെന്നു നോക്കിയപ്പോൾ അടുക്കളയിൽ വീണ് കിടക്കുന്നത് കണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മേരിയമ്മച്ചിക്ക് അറ്റാക്കായിരുന്നു വന്നതെന്ന്. കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. കിരൺ പറഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കിച്ചുവിനും വല്ലാത്ത സങ്കടം തോന്നി. ദേവിയെ പോലെ തന്നെയെ പരിചയപ്പെട്ട നാൾ മുതൽ തന്നെയും കണ്ടിട്ടുള്ളൂ. അവർക്ക് ഇങ്ങനെയൊരു അവസ്ഥ. കിച്ചു ഒന്ന് നിശ്വസിച്ച് ദേവിക്ക് അടുത്തേക്ക് ചെന്നു. അവിടെ ദേവി ചങ്കു പിടയുന്ന വേദനയിലും പുറമെ ധൈര്യം കാണിച്ച് ജോണിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വരുന്നത് കണ്ടതും ദേവി വേഗം അയാളുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, അമ്മച്ചിക്ക് ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു. അവനെ മനസ്സിലാവാതെ ഡോക്ടർ അവനെ തന്നെ നോക്കി. മേരി ജോൺ എന്റെ അമ്മച്ചിയാണ്. ഓ, ഓക്കെ മിസ്റ്റർ ഡേവിഡ്. ഓക്കെ ഡേവിഡ്, ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ നൗ. ഇന്ന് ഒബ്സർവേഷനാണ്, നാളെ റൂമിലേക്ക് മാറ്റാം. ആൻഡ് നൗ യു കം വിത്ത് മീ. നീഡ് ടു ടോക്ക് സംതിങ് സീരിയസ്ലി. ഡോക്ടറുടെ മുഖത്തെ ഗൗരവം അവനിൽ ഭീതിയുണ്ടാക്കി. അത് മനസ്സിലാക്കിയ പോലെ കിച്ചു അവനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. കിരൺ ജോണിനൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞതും ദേവിയും കിച്ചുവും ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി. സി മിസ്റ്റർ ഡേവിഡ്, അറിയാമല്ലോ അറ്റാക്കാണ് മേരിയമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, ഇതാദ്യമായിട്ടല്ല, ഇതിനു മുന്നേ ഒരു തവണ അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഡോക്ടറുടെ വാക്കുകൾ ദേവിയിലും കിച്ചുവിലും നടുക്കമുണ്ടാക്കി. നോ ഡോക്ടർ, മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ദേവി ഉറപ്പോടെ പറഞ്ഞു. ഉണ്ടായിട്ടുണ്ട് ഡേവിഡ്, പക്ഷേ നിങ്ങളത് അറിഞ്ഞിട്ടില്ല. എന്തിന്, പേഷ്യന്റ് പോലും അറിഞ്ഞു കാണില്ല. ഇറ്റ് വാസ് എ മൈനർ അറ്റാക്ക്. സോ എനിക്ക് പറയാനുള്ളത്, ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. ആളെ പരമാവധി ഹാപ്പി ആയിരുത്തുക. ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ പറയാതെ ഇരിക്കുക. ഇനിയൊരു അറ്റാക്ക് ഈ പ്രായത്തിൽ അതാൾക്ക് തരണം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പ്രായത്തിന്റെ മാത്രമല്ല, മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ കണ്ടിരുന്നു. കുറച്ചു കാലം മുന്നേ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ടുള്ളതല്ലേ. അതുകൊണ്ട് പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. ചെറിയൊരു അശ്രദ്ധ മരണത്തിന് വരെ കാരണമാകാം. ഡോക്ടർ, ഭയത്താൽ അവന്റെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. ഹേയ്, റിലാക്സ്. ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേയുള്ളൂ. ഇനി ആള് പറയുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ആൾക്ക് ടെൻഷൻ കൊടുക്കാതെ നടത്തി കൊടുക്കുക. അത് ആൾക്ക് സന്തോഷം നൽകും. അങ്ങനെയുള്ളപ്പോൾ പേടിക്കാനൊന്നുമില്ല. യാതൊരുവിധ ടെൻഷനും ആൾക്ക് കൊടുക്കരുത്. ഡോക്ടറുടെ മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ദേവിയാകെ തകർന്നു പോയിരുന്നു. അവന്റെ അവസ്ഥ മനസ്സിലാക്കി കിച്ചു തോളിൽ കൈവച്ചതും ദേവി അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് വയ്യ കിച്ചു, എന്റെ അമ്മച്ചി. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? എന്നും നഷ്ടങ്ങളും സങ്കടങ്ങളും മാത്രമാണല്ലോ എനിക്ക് കിട്ടുന്നത്. എല്ലാം തകർന്നപ്പോഴും ഞാൻ ജീവിച്ചത്, ഇന്ന് ജീവിക്കുന്നതും എന്റെ അപ്പായിക്കും അമ്മച്ചിക്കും വേണ്ടിയാ.
അവരെ കൂടി നഷ്ടപ്പെട്ടാൽ. ഡാ, നീ ഇങ്ങനെ കരയാതെ. അതിനിപ്പോ അമ്മച്ചിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. പിന്നെ ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? ആളെ ഹാപ്പിയായി ഇരുത്തിയാൽ ഒരു കുഴപ്പമില്ലെന്ന്. അതൊന്ന് ശ്രദ്ധിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നീ കണ്ണു തുടച്ചു വന്നേ. അപ്പായെ സമാധാനിപ്പിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. വാ. എല്ലാവരും പ്രാർത്ഥനയോടെ മണിക്കൂറുകൾ നീക്കി. മേരിക്ക് ബോധം വന്നു എന്ന് നേഴ്സ് വന്ന് പറഞ്ഞതും ദൈവത്തിനോട് എല്ലാവരും നന്ദി പറഞ്ഞു. മേരിക്ക് കാണണം എന്ന് ആവശ്യപ്പെട്ട പ്രകാരം ഡേവി ഐസിയുവിനുള്ളിലേക്ക് ചെന്നു. വയറുകൾക്കിടയിൽ കിടക്കുന്ന തന്റെ അമ്മയെ കണ്ടതും അവന്റെ ചങ്കു പിടഞ്ഞു. അമ്മച്ചി. ഡേവിയുടെ വിളി കേട്ടതും മേരി പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. നിറകണ്ണുകളുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ ആ മാതൃഹൃദയം വിങ്ങി. അവനെ നോക്കി സൗമ്യമായി ചിരിച്ചതും അവൻ അവർക്ക് അടുത്തു വന്നിരുന്നു. അവരുടെ കയ്യിൽ തല മുട്ടിച്ചിരുന്ന് അവന്റെ കണ്ണുനീർ കയ്യിൽ തട്ടിയതും അവർ അവന്റെ മുഖം പിടിച്ചുയർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്നവന്റെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. പേടിക്കാതെടാ, അമ്മച്ചിക്കൊന്നുമില്ല. ഞാൻ കാരണമല്ലേ, ഞാൻ വിഷമിപ്പിച്ചതുകൊണ്ടല്ലേ അമ്മച്ചിക്ക് ഇങ്ങനെയൊക്കെ. കൊച്ചുകുട്ടികളെ പോലെ ഡേവി വിങ്ങിക്കരഞ്ഞു. നീ കാരണമാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് പ്രായമായിട ചെക്ക, അതിൻ്റെയാ. പിന്നെ കുറച്ച് സങ്കടമുണ്ടായിരുന്നു. അത് ദേവുമോളെ ഇനി കാണാൻ പറ്റില്ലോ എന്നോർത്തിട്ടാണ്. മേരി പറയുന്നത് കേട്ടപ്പോൾ ഡേവിയുടെ തല കുനിഞ്ഞു. മോള് വന്നില്ലടാ എന്നെ കാണാൻ? ആകാംക്ഷയോട് ചോദിക്കുന്ന മേരിയുടെ മുഖത്തേക്ക് ഡേവി മുഖം ഉയർത്തി നോക്കി. ദേവു അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് അവൻ അവരുടെ ചോദ്യത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കിയിരുന്നു. വന്നില്ല അല്ലേ? എന്നോട് വെറുപ്പായിരിക്കും അല്ലേ ഡേവി? അത് പറയുമ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ ഡേവി കൈ ഉയർത്തി ആ കണ്ണുനീർ തുടച്ചു മാറ്റി. എന്റെ പൊന്നമ്മച്ചി, എന്തൊക്കെയാ ഈ ആലോചിച്ച് കൂട്ടുന്നേ? അവളൊന്നും അറിഞ്ഞിട്ടില്ല, പിന്നെങ്ങനെ വരുന്നേ? അല്ലാതെ വെറുപ്പായിട്ടൊന്നുമല്ല. ആരെ വെറുത്താലും അവൾ അമ്മച്ചിയെ വെറുക്കില്ല. അവളുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ളതാ അമ്മച്ചിയോടുള്ള സ്നേഹം. ഡേവി പറഞ്ഞതും അതുവരെ മേരിയുടെ മുഖത്തുണ്ടായിരുന്ന സങ്കടം മാറി ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. അതേ സന്തോഷത്തോടെ അവൾ അവനെ ഉറ്റുനോക്കി. മോനെ, എനിക്ക് കാണണമെടാ അവളെ. അവളെ മാത്രമല്ല, അമ്മുമോളെയും ഒന്ന് കൊണ്ടുവാടാ. പ്രതീക്ഷയോടെ ചോദിക്കുന്നവരോട് മറുത്തു പറയുവാൻ അവന് കഴിഞ്ഞില്ല. സമ്മതത്തോടെ തലയാട്ടിയതും ഇത്രയും നേരം മൂടിക്കെട്ടിയിരുന്ന മേരിയുടെ മുഖവും സന്തോഷത്താൽ വിടരുന്നത് അവൻ കണ്ടു. നേരെ പുലരാനായിട്ടും ദേവുവിന് ഉറങ്ങാൻ സാധിച്ചില്ല. മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അഴുതാത്തതെന്തോ വേണ്ടപ്പെട്ടവർക്കാർക്കോ സംഭവിച്ച പോലെ മനസ്സിനൊരു വിങ്ങൽ. ഇടയിൽ ഒന്നും മയങ്ങിപ്പോയതും ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റിരുന്നു. എന്തിനെന്നറിയാതെ അവൾക്ക് സങ്കടം വന്നു. തിരിഞ്ഞും മറഞ്ഞു കിടക്കുന്നതിനിടയിൽ ആണ് മുറ്റത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം ദേവ് കേട്ടത്. ഈ സമയത്ത് ആരായിരിക്കും എന്ന സംശയത്തോടെ അവൾ വേഗം എഴുന്നേറ്റിരുന്നു. ഡോർ തുറക്കുന്നതും അടയുന്നതുമൊക്കെ അറിഞ്ഞതും അവളുടെ ഉള്ളിൽ ഭയം പൊട്ടിമുളച്ചു. അവളുടെ മനസ്സിലേക്ക് മുൻപൊരിക്കൽ ഇതുപോലെ ഒരു രാത്രി കേട്ട ശബ്ദവും ആളുകളുടെ കാലടി ശബ്ദവും അവസാനം തീ ശരീരത്തിൽ പടർന്നു കയറുമ്പോഴുള്ള ഒരു പെൺകുട്ടിയുടെ നിലവിളിയും അവൾ ഓർമ്മയിലേക്ക് വന്നു. ഒരു ഞെട്ടലോടെ ദേവു കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അടുത്ത് കിടന്നിരുന്ന അമ്മുമോളുടെ ഇരുവശവും തലയണ വെച്ചു. ശേഷം മുടി വേഗം കെട്ടിയൊതുക്കി വിഗ് എടുത്തു വെച്ച് മുഖത്ത് വേഗം ഇത്തിരി കളർ തേച്ച് കണ്ണടയും എടുത്തു വെച്ച് റൂമിൽ നിന്നും പതിയെ പുറത്തിറങ്ങി. വന്നിരിക്കുന്നത് ശത്രുക്കളാണെങ്കിൽ തന്നെ തിരിച്ചറിയരുത് എന്നവൾ തീരുമാനിച്ചിരുന്നു. അവൾ ചെന്ന് അനുവും മഞ്ജുവും കിടക്കുന്ന റൂം പുറത്തുനിന്നും അടച്ചു കുറ്റിയിട്ടു. അടുക്കളയിലേക്ക് വേഗം ചെന്ന് വെട്ടുകത്തി എടുത്ത് കയ്യിൽ പിടിച്ചു. മുന്നിലെ വാതിൽ കൊട്ടുന്ന ശബ്ദം കേട്ടതും കത്തി പുറകിലേക്ക് പിടിച്ച് മുന്നിലെ വാതിലിനടുത്ത് വന്നു നിന്നു. കുറ്റിയെടുക്കുന്നതിന് മുന്നേ കണ്ണടച്ച് ഒരു നിമിഷം നിന്നു. ആ സമയം അതുവരെ ഉണ്ടായിരുന്ന ഭയം മാറി വല്ലാത്തൊരു ധൈര്യം അവൾക്ക് തോന്നി. ശേഷം കുറ്റിയെടുത്ത് വാതിൽ തുറന്നു. തനിക്ക് മുന്നിൽ ഇരുട്ടിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നവനെ സംശയത്തോടെ അവൾ നോക്കി.
ശേഷം കൈ എത്തിച്ച് പുറത്തെ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്തു. പ്രകാശം പറന്നതും അവൻ തിരിഞ്ഞ് അവളെ നോക്കി. തന്റെ മുന്നിൽ നിൽക്കുന്ന ദേവിയെ കണ്ടതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. തന്റെ ഉയർന്ന നെഞ്ചിടിപ്പിനെ പരിധിയിലാക്കുവാൻ ശ്രമിച്ചു. അതേസമയം അവളുടെ കയ്യിൽ ഇരുന്നിരുന്ന വെട്ടുകത്തി ഊർന്ന് നിലത്ത് വീണു. ആ ശബ്ദം കേട്ടതും ദേവിയുടെ നോട്ടവും നിലത്തേക്ക് പോയി. അവിടെ കിടക്കുന്ന സാധനം കണ്ടതും ഞെട്ടലോടെ മുഖം ഉയർത്തി മുന്നിൽ നിൽക്കുന്നവളെ നോക്കി. അത് ഞാൻ പെട്ടെന്ന് വന്നത് ആരാണെന്നറിയാതെ ഒരു ധൈര്യത്തിന്. അവൾ വാക്കുകൾ കൈവയ്ക്കുന്നത് കണ്ട് ദേവിക്ക് ചിരി വന്നെങ്കിലും അവൾ കാണാതെ മറച്ചു പിടിച്ച് മുഖത്ത് ഗൗരവം വരുത്തി. ഞാൻ കരുതി എന്നെ കണ്ടപ്പോൾ എന്നോടുള്ള ദേഷ്യത്തിന് വെട്ടിക്കൊല്ലാൻ എടുത്തതാവുമെന്ന്. ഗൗരവത്തോടെ ദേവി പറഞ്ഞതും ദേവു അവനെ കൂർപ്പിച്ചു നോക്കി. സാർ എന്ത് ഈ നേരത്തെ ഇവിടെ ചോദിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അകാരണമായ ഒരു ഭയം ഉടലെടുത്തു. അവളുടെ ചോദ്യം കേട്ടതും അവൻ അവളെ നോക്കി. പിന്നെ തിരിഞ്ഞ് ഇരുട്ടിലേക്ക് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു, അമ്മച്ചിക്ക് വയ്യ, ഹോസ്പിറ്റലാണ്, നിന്നെ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒറ്റ ശ്വാസത്തിൽ ദേവി പറഞ്ഞതും ഏങ്ങലടിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് വായ 2 കൈകൊണ്ടും പൊത്തിപ്പിടിച്ച് കരയുന്ന ദേവുവിനെയാണ്. അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു. അവളുടെ അടുത്ത് ചെന്ന് അവൻ തോളിൽ വെറുതെ ഒന്ന് തട്ടിക്കൊടുത്തതും അവൾ അവനെ നോക്കി. അമ്മച്ചിക്ക് എന്താ പറ്റിയേ? ഞാൻ കാരണമാണോ? അത് ചോദിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്നോട് പോവരുത് എന്ന് അപേക്ഷിക്കുന്ന മേരിയുടെ മുഖമായിരുന്നു. അറ്റാക്കായിരുന്നു. അടുക്കളയിൽ ബോധം മറഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു. കുറച്ചു മുന്നേ വരെ ക്രിട്ടിക്കലായിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെയാണ്. ബോധം വന്നതും ആദ്യം ആവശ്യപ്പെട്ടത് നിന്നെ കാണണമെന്നാ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ദേവിയുടെ മറുപടി കേട്ടതും അവൾ 2 കൈകൊണ്ടും മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. മേരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താൻ തന്നെയാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അവൾ തളർന്ന് നിലത്തേക്ക് ഇരുന്ന് കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടു സഹിക്ക വയ്യാതെ ദേവി അവളോടൊപ്പം നിലത്ത് മുട്ടുകുത്തിയിരുന്നു. ഭദ്രേ! അവന്റെ ശബ്ദം അവളുടെ കാതുകളിൽ എത്തിയതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് ആർത്തു കരഞ്ഞു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ദേവി പിന്നോട്ടൊന്ന് ആഞ്ഞുപോയെങ്കിലും വീഴാതെ ഇരിക്കുവാനായി ഒരു കൈ നിലത്ത് കുത്തുകയും മറുകൈ അവളെ ചുറ്റി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. താങ്ങിനായി അവന് നെഞ്ചകം കിട്ടിയതും അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ അവൾ ഇറക്കി വെച്ചു. അവളെ കണ്ണുനീർ വീണ് നെഞ്ചകം പൊള്ളുമ്പോഴും അവൻ അനങ്ങിയില്ല. അവൾക്ക് ആശ്വാസം ലഭിക്കുന്നത് വരെ കരയുവാൻ അവൻ അവളെ അനുവദിച്ചു. കുറച്ചു സമയത്തിന് ശേഷം നെഞ്ചിലെ ഭാരം കുറഞ്ഞതായി തോന്നിയതും അവൾ സ്ഥലകാലബോധം വീണ്ടെടുത്തു. അപ്പോഴാണ് അവൾ എവിടെയാണ് എന്ന ബോധം ദേവുവിനുണ്ടായത്. അവൾ ഞെട്ടിപ്പിടഞ്ഞ് അവനിൽ നിന്നും അകന്നു മാറി. അപ്പോഴാണ് ദേവിക്ക് ബോധം വന്നത്. അത് ഞാൻ പെട്ടെന്ന് സോറി. അവന്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞതും അവന്റെ ചുണ്ടിൽ അവൾ കാണാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നീ വേഗം റെഡിയായി വാ. അനുവിനെയും മഞ്ജുവിനെയും ഇവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ട. ഒന്നെങ്കിൽ കൂടെ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ രവിയേട്ടന്റെ അടുത്താക്കാം. അവൻ പറഞ്ഞതും അവൾ വേഗം എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. കാര്യം പറഞ്ഞപ്പോൾ അവരും ഒപ്പം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അനുവും മഞ്ജുവും തയ്യാറായി വന്നു. അവർക്കും സങ്കടം തന്നെയായിരുന്നു. രവിയോടും ഉമ്മയോടും കാര്യം പറഞ്ഞ് അവർ ഇറങ്ങി.